പത്രങ്ങളിലേക്കൊന്ന് വളരെ വേഗം പോയി വരാം. മാതൃഭൂമിയിലേക്ക് നമ്മൾ എത്തിയാൽ പത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ, ധാരാളം വാർത്തകൾ പത്രങ്ങൾ ഇന്ന് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇന്നലെ അവധി ദിവസമായിരുന്നിട്ട് കൂടി വാർത്തയുടെ ഒരു കുത്തൊഴുക്കായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട വാർത്തയെ മാതൃഭൂമി ലീഡായി നൽകുന്നത് ഈ കടുത്ത ചൂടിൽ വിവിധ തോട്ടമേഖലകൾ പ്രതിസന്ധി നേരിടുന്നുവെന്നാണ്. തോട്ടം മേഖലയുടെ നടുവൊടിഞ്ഞു എന്നാണ് പത്രം പറയുന്നത്. കരിയുന്നു തോട്ടവും എന്ന തലക്കെട്ടിലാണ് ആ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 100 കോടി നഷ്ടമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ കാപ്പി 25%, തേയില 30%, ഏലത്തിനാണ് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത്. 50% ഇടിവാണ് ഏലത്തിനുണ്ടായിരിക്കുന്നത്. കൊടും ചൂടിൽ തോട്ടം മേഖലയും വെന്തുരുകുകയാണ്. റബ്ബർ, കാപ്പി, തേയില, ഏലം തുടങ്ങിയ തോട്ടവിളകളെയും ഉൽപ്പാദനത്തെയും വരൾച്ച കാര്യമായി ബാധിച്ചു എന്നാണ് തോട്ടമുടകൾ പറയുന്നത്. 100 കോടിയുടെ നഷ്ടമാണ് പ്രാഥമികമായി കൃഷിവകുപ്പ് കണക്കാക്കുന്നത്. മെയ് 9-നകം വിവരശേഖരണം നടത്തി എത്ര നാശമുണ്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ കൃഷിവകുപ്പ് സംഘത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏലത്തിന്റെ ഉത്പാദനം പകുതിയാകും. കാപ്പിയിൽ 25% ഇടിവുണ്ടാവും. തേയിലയിൽ 30% ഇടിവുണ്ടാവും. റബ്ബറിന് ടാപ്പിംഗ് സീസൺ അല്ലാതിരുന്നിട്ടുകൂടി ഈ വർഷം ആദ്യം തന്നെ തുടങ്ങിയ ചൂട് റബ്ബർ മരങ്ങളെ കാര്യമായി ബാധിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ റബ്ബറിന്റെ ഉത്പാദനത്തിലും ഇടിവ് സംഭവിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഏലം കൃഷിക്കാർ അല്പം ആശങ്കയിലാണ്. 50%-ഓളം ഇടിവുണ്ടാവും ഏലം കൃഷിയുടെ വിളവിൽ എന്നതാണ് പത്രം കൃഷിവകുപ്പിലെ വിദഗ്ധരെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെ പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേളത്ത് അരവിന്ദാക്ഷമാരാർ അന്തരിച്ചു. മേളാചാര്യനായിരുന്നു കേളത്ത് അരവിന്ദാക്ഷമാരാർ. തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച രാവിലെയായിരുന്നു അന്ത്യം. 7 പതിറ്റാണ്ടിലേറെ മേളരംഗത്ത് ആവേശം പകർന്ന കേളത്ത് പല ഘട്ടങ്ങളിലായി തൃശ്ശൂർ പൂരത്തിൽ തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങളിൽ നിറഞ്ഞു നിന്ന കലാകാരനാണ്. കേളത്ത് അരവിന്ദാക്ഷമാരാർ അന്തരിച്ചു എന്ന വാർത്തയും പത്രം പ്രധാനപ്പെട്ട വാർത്തയായി നൽകുന്നുണ്ട്. മറ്റത് 3 പ്രധാനപ്പെട്ട അപകടങ്ങളുടെ വാർത്തയും മാതൃഭൂമി ആദ്യ പേജിൽ തന്നെ നൽകുന്നു. അത് 3 വാർത്തയ്ക്കുമുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു എലമെന്റ്. ഇവർ അതിൽ എങ്ങനെയാണ് നമ്മളുടെ സൗഹൃദങ്ങൾ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉപേക്ഷിച്ചു പോകുന്നത് എന്നതിൻ്റെ തെളിവായിരുന്നു. ഒരു സംഭവം നടന്നത് പ്രേക്ഷകർക്ക് ഇന്നലെ റിപ്പോർട്ടർ എത്തിച്ച വാർത്തയാണ്. പത്തനംതിട്ടയിൽ കോഴഞ്ചേരിയിൽ ബൈക്കിൽ ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെയും കൂട്ടിപ്പോകുന്നു. ബൈക്കിടയ്ക്ക് അപകടത്തിൽപ്പെടുന്നു. അപകടത്തിൽപ്പെട്ട ബൈക്കിൽ നിന്ന് വീണ സുഹൃത്തിനെ വഴിയിൽ ഉപേക്ഷിച്ച് കടന്നു കളയാൻ ശ്രമിക്കുകയാണ് സഹദ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത്. അപ്പോൾ സുധീഷ് എന്ന് പറയുന്ന സുഹൃത്തിനെ വഴിയിൽ ഉപേക്ഷിച്ച് സഹദ് ബൈക്കുമായിട്ട് കടന്നു കളയാൻ ശ്രമിക്കുന്നു. പിന്നീട് സഹദിനെ പിടികൂടുകയും ചെയ്യുന്നു. ആ വഴിയിൽ ഉപേക്ഷിക്കാൻ ശ്രമിച്ചയാൾ പിടിയിലായിരിക്കുന്നു. 17-കാരൻ സുഹൃത്ത് രക്ഷിച്ചിരുന്നുവെങ്കിൽ സുധീഷിന് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു. പക്ഷേ സുധീഷിനെ വഴിയിൽ ഉപേക്ഷിച്ച് സഹദ് പോവുകയാണ് ചെയ്തത്. അങ്ങനെ സുധീഷ് മരിച്ചു. അത് ഒരു സൗഹൃദമില്ലായ്മയുടെ കഥ. മറ്റൊന്ന്, കാണാതാ യുവതി മറ്റൊരു വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ എന്ന വാർത്തയും പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പയ്യന്നൂരിലാണ് സംഭവം. ഭർത്തൃമതിയും 2 കുട്ടികളുടെ അമ്മയുമായ യുവതിയെ വീടിൽ നിന്നും 20 കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു വീട്ടിൽ കണ്ടെത്തി. ആ വീട് നോക്കാൻ ഏൽപ്പിച്ച യുവാവിനെ വീണ്ടും കുറച്ചകലെ വെച്ച് കണ്ടെത്തി ആത്മഹത്യ ചെയ്ത നിലയിൽ. അപ്പോൾ സുഹൃത്ത് ബന്ധം വീണ്ടും ഒരു ദുരന്തത്തിലേക്ക് നയിച്ചതാണ് പത്രം കാണിക്കുന്നത്. മറ്റൊന്ന്, ഡൽഹിയിൽ നിന്ന് ഇന്നലെ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. കിഴക്കൻ ഡൽഹിയിൽ 8ാം ക്ലാസ്സുകാരന് സഹപാഠികളുടെ ഭാഗത്തു നിന്ന് കൊടിയ മർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നത്. ഒപ്പം തന്നെ പീഡനവും ഏൽക്കേണ്ടി വന്നു. സ്വകാര്യ ഭാഗങ്ങളിൽ പോലും വടി കുത്തിയിറക്കിക്കൊണ്ടാണ് ഈ സഹപാഠികൾ ഈ സുഹൃത്തിനെ പീഡിപ്പിച്ചത് എന്നാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. ഈ 3 സംഭവങ്ങളും പത്രം ആദ്യ പേജിൽ തന്നെ നൽകുന്നു. ഒപ്പം ഗാനരചയിതാവ് GK പള്ളത്ത് അന്തരിച്ച വാർത്തയും പത്രം ആദ്യ പേജിൽ നൽകുന്നുണ്ട്. വാടക ഗർഭപാത്രം വാണിജ്യാടിസ്ഥാനത്തിലാകാമോ എന്നൊരു പരിശോധനയിൽ സുപ്രീം കോടതി നിൽക്കുകയാണ്. കോടതി പരിഗണിക്കുന്നത് വാടക ഗർഭം വാണിജ്യാടിസ്ഥാനത്തിൽ നടത്തുന്നത് തടയണോ അത് ഭരണഘടനാ വിരുദ്ധമാണോ എന്ന് കോടതി പരിശോധിക്കാൻ പോകുന്നു. കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് വാടക ഗർഭം തടയാൻ അനുമതി നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണോ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കോടതി അന്വേഷിക്കുന്നത്. ലൈംഗികാതിക്രമ പരാതിയിൽ അന്വേഷണം അവഗണിക്കാനാണ് ആനന്ദബോസിന്റെ നിർദ്ദേശമെന്നും പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. തുടർച്ചയായിട്ട് രാജ്ഭവനിലെ ഉദ്യോഗസ്ഥർക്ക് സമൻസ് കൊടുത്തത് അവഗണിക്കാനാണ് രാജ്ഭവനിലെ ഉദ്യോഗസ്ഥരോട് CV ആനന്ദബോസ് പറഞ്ഞിരിക്കുന്നത്. CV ആനന്ദബോസിന്റെ ഓഫീസിലെ ജീവനക്കാരിയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് അവർ. പക്ഷേ ആർട്ടിക്കിൾ 361 സുരക്ഷയുള്ളത് കൊണ്ട് CV ആനന്ദബോസിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല എന്നാണ് ആനന്ദബോസ് പറയുന്നത്. അതുകൊണ്ട് രാജ്ഭവനിലെ ഉദ്യോഗസ്ഥരാരും മൊഴി കൊടുക്കാൻ ചെല്ലേണ്ടതില്ല എന്നാണ് ഗവർണർ CV ആനന്ദബോസ് പറയുന്നത്. മറ്റൊരു പ്രധാന വാർത്ത പത്രം ആദ്യ പേജിൽ ക്യാരി ചെയ്യുന്നത് ഇന്നലെ തമിഴ്നാടും കേരളവും തമ്മിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ എത്തിയിരുന്നു. ഇതിൽ മുല്ലപ്പെരിയാറിൽ തമിഴ്നാടിന് തിരിച്ചടി എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ വിലയിരുത്തൽ ഉടൻ നടത്തേണ്ടതില്ലെന്ന തമിഴ്നാടിന്റെ നിലപാടിന് തിരിച്ചടി. സമഗ്ര സുരക്ഷ വിലയിരുത്തണമെന്നാണ് കേന്ദ്രം പറയുന്നത്. സമഗ്ര സുരക്ഷ വിലയിരുത്തലിന് ആവശ്യമായ പരിഗണനാ മാനദണ്ഡങ്ങളുടെ കരട് തയ്യാറാക്കാൻ തമിഴ്നാടിനോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. എത്രയും വേഗം ഇത് അന്തിമ അനുമതിക്കായി മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിക്ക് നൽകണമെന്നും തമിഴ്നാടിന് നിർദ്ദേശമുണ്ട്. എന്തായാലും ആ വിഷയത്തിൽ കേരളത്തിന്റെ നിലപാട് വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. മറ്റൊരു നമ്മൾ മനോരമയിലേക്ക് എത്തിയാൽ പത്രത്തിന്റെ
പ്രധാനപ്പെട്ട ലീഡ് വാർത്തയെ നൽകുന്നത് ഇന്നലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ അക്കൗണ്ട് ജനറലിൻ്റെ കണക്ക് പ്രകാരം കേരള സംസ്ഥാനത്തെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വരുമാനത്തിൽ ഒരു വലിയ ഇടിവുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ ശ്രദ്ധാപൂർവ്വം വായിച്ചാലാണ് അതിൻ്റെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മനസ്സിലാവുക. വരവിൽ ഇടിവ് 10,302 കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം സംസ്ഥാനത്തിന് ലഭിക്കേണ്ടത് ഇടിഞ്ഞത് എന്നാണ്. അതിൽ കേന്ദ്ര ഗ്രാൻഡ് ഉൾപ്പെടുന്നുണ്ട്. നികുതിയേതര വരുമാനത്തിൻ്റെ ഇടിവുമുണ്ട്. കേന്ദ്ര ഗ്രാൻഡിൽ 15,904 കോടി രൂപ ഇടിഞ്ഞു എന്ന് പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതിയിൽ കേരളം ഞെരുങ്ങുകയാണ്. അതേസമയം തന്നെ GST, സ്റ്റാമ്പ് ഡ്യൂട്ടി, ലാൻഡ് റവന്യൂ, വിൽപ്പന നികുതി, എക്സൈസ് ഡ്യൂട്ടി എല്ലാം കൂടി കൂട്ടിയാൽ 10,302 കോടി രൂപയുടെ കുറവുണ്ട്. പക്ഷേ വളരെ പോസിറ്റീവായ ഒരു കാര്യം കൂടി പത്രം പറയുന്നുണ്ട്. ചെലവ് പതിവിലും നമ്മൾ കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 3,103 കോടിയുടെ ചിലവിൽ ഒരു കുറവുണ്ടായിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായ വാർത്തയാണ്. അപ്പോൾ ധൂർത്ത് എന്നൊരു ആരോപണം ഇനി നിൽക്കില്ല. കഴിഞ്ഞ സാമ്പത്തിക വർഷമെങ്കിലും ചെലവ് ചുരുക്കാൻ സർക്കാർ നിർബന്ധിതരായതിൻ്റെ ഭാഗമായി 3,103 കോടി രൂപ ചെലവിൽ സർക്കാരിന് കുറവ് വരുത്താൻ സാധിച്ചിരിക്കുന്നു എന്ന പോസിറ്റീവ് വാർത്തയുണ്ട്. പക്ഷേ അത് തലക്കെട്ടിൽ കൊടുത്തിട്ടില്ല. തലക്കെട്ടിൽ വരുമാനം ഇടിഞ്ഞിരിക്കുന്നു എന്നതാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ കേന്ദ്ര ഗ്രാൻഡിൽ ഒറ്റയടിക്ക് 15,904 കോടി രൂപയുടെ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നും പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റൊരു പ്രധാന വാർത്തയായിട്ട് പത്രത്തിൽ ഫോട്ടോ ഫീച്ചറായി കൊടുത്തിരിക്കുന്നത് ഇന്നലെ കടലാക്രമണമുണ്ടായ വാർത്തയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കൊല്ലം മുണ്ടയ്ക്കൽ വെടിക്കുന്ന തീരത്ത് ഒട്ടേറെ വീടുകൾ തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന ദൃശ്യവും പത്രം ആദ്യ പേജിൽ നൽകുന്നു. അന്തർദേശീയ വാർത്തയായി യുദ്ധം നിർത്തില്ല എന്ന ഇസ്രായേൽ നിലപാടും പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യുദ്ധം അവസാനിപ്പിച്ചാൽ മാത്രം ബന്ദിമോചനം എന്നാണ് ഹമാസ് പറയുന്നത്. ഇതിന് മറുപടിയായി യുദ്ധം നിർത്തില്ല എന്ന് ഇസ്രായേൽ പറയുന്നു. ഇസ്രായേലിൽ അൽ ജസീറ ചാനൽ സംപ്രേഷണം നിർത്തലാക്കിയതും പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരു കഥ ഇന്നലെ ഈ ചീഫ് ജസ്റ്റിസ് നേപ്പാൾ സുപ്രീം കോടതിയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ, ഒരു സിംപോസിയത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി പോയിരുന്നു കാഠ്മണ്ഡുവിൽ നമ്മളുടെ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ്. DY ചന്ദ്രചൂഡ് ഇന്നലെ ഒരു കഥ വിശദീകരിച്ചുകൊണ്ട് ബാലനീതിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഒരു സന്ദർഭം പറയുന്നുണ്ട്. താൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ ക്രാഫ്റ്റ് സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ ഈ സൂചിയും നൂലും എടുക്കാൻ മറന്നു. അങ്ങനെ സൂചി എടുക്കാൻ മറന്ന അന്നത്തെ 5 ക്ലാസ്സുകാരനായ ചന്ദ്രചൂഡിനെ ക്രാഫ്റ്റ് സ്കൂളിലെ ആ ക്രാഫ്റ്റ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന അധ്യാപകൻ മർദ്ദിച്ചു. കയ്യിലടിക്കരുത്, പിന്നിലടിച്ചാൽ മതി എന്ന് അഭ്യർത്ഥിച്ചിട്ടും കൈവെള്ളയിൽ തന്നെയാണ് അടിച്ചത്. ഒടുവിൽ ആ പാട് വീട്ടിൽ കാണിക്കാൻ വയ്യാതെ ബുദ്ധിമുട്ടിയെന്നും അത് വലിയ മാനസിക സംഘർഷം ഏൽപ്പിച്ചുവെന്നുമാണ് ചന്ദ്രചൂഡ് പറയുന്നത്. അത് ഈ കോർപ്പസ് പനിഷ്മെൻറ്റ് എന്ന് പറയുന്ന ശിക്ഷാ നടപടികളോടുള്ള നമ്മളുടെ സമീപനം അക്കാലത്ത് വളരെ മോശമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഏറെക്കുറെ ആൾക്കാരൊക്കെ ബോധവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. രക്ഷിതാക്കളൊക്കെ അതിൽ കാര്യത്തിൽ കൺസേൺഡ് ആണ്. ചന്ദ്രചൂഡ് പറഞ്ഞത് ഈ മാനസിക സംഘർഷം കുട്ടിക്കാലത്തേക്ക് ആഘാതം ചെറുതല്ല, അത് കുറേ കാലം നീണ്ടു നിൽക്കും. ആ അടിയുടെ പാട് ഇന്നും മനസ്സിലുണ്ട് എന്നാണ് അധ്യാപകരുടെ ശിക്ഷയ്ക്കെതിരെ ജസ്റ്റിസ് ചന്ദ്രചൂഡ് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അത് പത്രം ഒരു പ്രധാനപ്പെട്ട വാർത്തയെ ആദ്യ പേജിൽ നൽകുന്നു. മറ്റൊന്ന്, ഇന്നലെ നീറ്റ് UG പരീക്ഷ നടന്നപ്പോൾ ചോദ്യക്കടലാസ് വ്യാപകമായി ചോർന്നു എന്ന തരത്തിലൊരു പരാതി ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ നീറ്റ് അധികൃതർ അത് നിഷേധിക്കുകയാണ്. രാജസ്ഥാനിൽ ഒരിടത്ത് മാത്രം സവായ് മാധേപൂരിലെ സ്കൂളിൽ ഹിന്ദി മീഡിയത്തിൽ പരീക്ഷ എഴുതാനിരുന്ന വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് ചോദ്യക്കടലാസ് മാറി നൽകിയിരുന്നു. ഈ വിദ്യാർത്ഥികൾ പിന്നീട് പരീക്ഷ പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഹാൾ വിട്ടിറങ്ങി. അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതാണ് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ നീറ്റ് പരീക്ഷയിൽ മറ്റൊരിടത്തും ചോദ്യക്കടലാസ് ചോർന്നതായിട്ട് നമ്മൾ കേൾക്കുന്നില്ല. ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷ കൂടുതൽ നടത്തുമെന്ന് കൂടി പറയുന്നു. രാജസ്ഥാനിൽ 120 വിദ്യാർത്ഥികൾക്കാണ് വീണ്ടും നീറ്റ് പരീക്ഷ നടക്കുന്നത് എന്നും പത്രം ആദ്യ പേജിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദ ഹിന്ദുവിലേക്ക് എത്തിയാൽ പത്രം ദേശീയ വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മളെയൊക്കെ ഞെട്ടിച്ച ഇന്ത്യൻ എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ട കേസിൽ പൂഞ്ചിൽ നടന്ന തീവ്രവാദി ആക്രമണത്തിൻ്റെ വാർത്ത തന്നെയാണ്. സെർച്ച് ഫോർ മിലിറ്റൻസ് ആഫ്റ്റർ IAF കോൺവോയ് അറ്റാക്ക് എന്നുള്ളതാണ്. പക്ഷേ ഇതുവരെയും പൂഞ്ചിൽ നടത്തിയ ഈ ആക്രമണത്തിന് ഉത്തരവാദികളായ തീവ്രവാദികളെ പിടികൂടാൻ നമുക്ക് സാധിച്ചിട്ടില്ല. മിലിറ്റൻസ് ബിഹൈൻഡ് ദ അറ്റാക്ക് ഓൺ an Indian Air Force convoy at Surancote in Poonch district of Jammu and Kashmir which left 1 Jawan dead and 4 injured remained untraced on Sunday. അവരെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. 4 പേർക്ക് പരിക്ക്, 1 ജവാന് വീരമൃത്യു സംഭവിച്ചിരിക്കുന്ന അപകടമാണ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ കോൺവോയ് വാഹനത്തിന് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വലിയ കോമ്പിങ്ങിലാണ്, വലിയ തിരച്ചിലിലാണ് ഇപ്പോഴും അന്വേഷണ സംഘം. മറ്റൊരു പ്രധാന വാർത്ത, ഇന്നലെ ഈ 3ാം ഘട്ട തെരഞ്ഞെടുപ്പിലെ 94 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള പരസ്യ പ്രചരണം അവസാനിച്ചിരുന്നു. ക്യാമ്പയിനിങ് എൻഡ്സ് ഇൻ 94 ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്ന വാർത്തയും പത്രം ആദ്യ പേജിൽ നൽകുന്നുണ്ട്. മാത്രവുമല്ല, ഇതോടുകൂടി ഈ മൊത്തം ലോക്സഭാ മണ്ഡലങ്ങളിൽ പകുതിയിലേറെയും നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമെന്നും പത്രം. മറ്റൊന്ന്, തമിഴ്നാട് മൂവ് സുപ്രീം കോർട്ട് ഓവർ മുല്ലപ്പെരിയാർ ഇഷ്യൂ എന്ന വാർത്തയും പത്രം ആദ്യ പേജിൽ നൽകുന്നുണ്ട്. ഈ
dispersal of post-matric scholarship for students from scheduled caste category is reportedly getting delayed. ഷെഡ്യൂൾഡ് കാസ്റ്റ് വിദ്യാർത്ഥികൾക്കുള്ള പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന്റെ കാര്യത്തിൽ ഒരു വൈകൽ സംഭവിക്കുന്നുവെന്ന് പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അംബേദ്കർ പ്രോഗ്രസീവ് ഡെമോക്രാറ്റിക് ഫോറം മെമ്പേഴ്സാണ് ഇത് പറയുന്നത്. നിലവിൽ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് നോട്ടിഫൈഡ് ദ ചേഞ്ചസ് ഇൻ ജനുവരി 23. പുതിയ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കാത്തതാണ് കാരണമെന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ എന്നാലും പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് വൈകുന്നത് ഒട്ടും നമുക്ക് ന്യായീകരിക്കാനാവുന്ന കാര്യമേ അല്ല. മറ്റൊന്ന്, എല്ലാ ട്രെയിനുകളിലും ഭിന്നശേഷിക്കാർക്ക് കോട്ട വരുന്നു എന്നുള്ളൊരു വാർത്ത കൂടി പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് കൺസെഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ കാറ്റഗറിയിലും ഭിന്നശേഷിയിൽപ്പെട്ടവർക്ക്, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്നവർ, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും അവർക്കൊരു സെപ്പറേറ്റ് കോട്ടയെക്കുറിച്ച് ഇപ്പോൾ റെയിൽവേ മന്ത്രാലയം ആലോചിക്കുന്നു എന്നുകൂടി പത്രം പ്രധാനപ്പെട്ട വാർത്തയായി ആദ്യ പേജിൽ നൽകുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്ന് പ്രധാനപ്പെട്ട വാർത്തകളായി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ സമ്പന്നമായൊരു വാർത്താദിനത്തിലേക്കാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ എത്തിയിരിക്കുന്നത്.